വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മള് കാശ്മീരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നല്ല ഒരു പുതിയൊരു അനുഭവം. ഇതുവരെയായിട്ട് കാശ്മീർ പോയില്ല. ഒരുപാട് കാശ്മീരെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും കാശ്മീരിൽ പോകാനുള്ളൊരു അവസരം ഇതുവരെ കിട്ടിയിരുന്നില്ല. നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പൊ കാശ്മീരിലേക്ക് പോവുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാശ്മീരിലേക്ക് പോകുന്നതില്. അപ്പൊ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മള് ഡെയിലി ബ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മള് റൂം വെക്കേറ്റ് ചെയ്തു. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് 7 o'clock ബസ് വരുന്നത്. അപ്പൊ 7 o'clock ബസ് വരുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒന്ന് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. ഒരുപാട് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ടാക്സിയിൽ കയറിയിരിക്കുന്നു. 7 മണിക്കൂറുണ്ട് നമുക്ക് ഡൽഹിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. ഇപ്പം 7 o'clock നമ്മള് ബസ് വരുന്നത്. അപ്പൊ ചെറിയ രീതിയിലൊന്ന് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മസ്റ്റാണ് ഫുഡ്, അല്ലെ? കമോൺ. ഇതാണ് റെസ്റ്റോറന്റിന്റെ ഒരു ഓവർവ്യൂ. നല്ല ഭംഗിയുണ്ട് റെസ്റ്റോറന്റ് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ എന്താ കഴിച്ചാമറ? കബാബും 3 types ഓഫ് റൊട്ടിയും റൈസും കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നില്ല ഫുഡാണ് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡാണ് കാണുന്നത്. ശരിക്കും എന്ന് വെച്ചാൽ ഒരു VVIP സ്റ്റൈലുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവരെ ഡിസൈൻ ചെയ്ത എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. കാരണം ഒരു നല്ല ആംബിയൻസോട് കൂടിയും വാമായിട്ട് നല്ല പീസ്ഫുള്ളായി നമുക്ക് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു പ്ലേസ് ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പതിയെ വണ്ടി ഡ്രൈവർ എടുത്ത്. ഇതൊക്കെ നമ്മുടെ ഡൽഹിയിലുള്ള ടൗണുകളാണ് കാണുന്നത്. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ത്യ ഗേറ്റിലെത്തി. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിശേഷങ്ങളെല്ലാം നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നല്ല വെയിലാണ് ഇവിടെ സത്യത്തിൽ. ഇപ്പൊ വെയിലായത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇന്ന് രാത്രി 7 മണിന്റെ ബസ്സിന് പോകേണ്ടത് കൊണ്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റൂല. എന്നാൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മള് ഇന്ത്യ ഗേറ്റിന്റെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് അല്ലേ കാണാൻ വേണ്ടിട്ട്. നമ്മളിങ്ങനെ ഫുള്ള് ഒരു പാർക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് അമറും റഹാലും നടക്കുന്നുണ്ട്. എന്റെ കസിൻസ് ആണ്. അപ്പം നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ വേണ്ടിട്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തേക്ക് പോകുന്നതിന് ഒരു അണ്ടർഗ്രൗണ്ടിലേ കൂടിയാണ് ഇന്ത്യ ഗേറ്റിലേക്ക് പോകേണ്ടത്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. രീതിയിൽ ചെറിയ മാതിരി ഇപ്പൊ നമ്മളെ ഇന്ത്യന്റെ കുറെ evaluation of the new capital, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ട് വിവരിക്കുന്നതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, കുറച്ച് കാര്യങ്ങൾ നല്ല ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അമ്മ ഇന്ത്യ ഗേറ്റിന്റെ സ്റ്റെപ്പ് കാണാൻ പോന്നു. ഇപ്പൊ അമ്മ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തും. അടുത്തിട്ട് കാണാം. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങോട്ട് നോക്കൂ. അങ്ങനെ ഗായ്സ്, ഇന്ത്യ ഗേറ്റ് ഇതാ. നമ്മള് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജനിച്ച മുതലേ ഇന്ത്യ ഗേറ്റ് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല, അധികം കണ്ടില്ല. അപ്പൊ നമ്മൾ ഹലോ, അപ്പം ഇന്ന് മിലിറ്ററി സ്റ്റാച്ചിന്റെ അടുത്തായില്ലേ?
വിശാഖില് എത്തിയത് കണ്ടല്ലോ ഗൈസ്. നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്ത് തന്നെ. അപ്പം അതിന്റെ ഒരു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിസ്റ്ററി പരമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനത്തെ എല്ലാം പുരാതനമായിട്ടുള്ള സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വിഷ്വലായിട്ട് മനസ്സിലാക്കുന്നത് പോലെ ഒരിക്കലും ആവില്ല. അപ്പൊ എല്ലാവരും ഇനി ഇന്ത്യ ഗേറ്റ് കാണാൻ ബാക്കിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കാണാനും അത് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണം.